ലച്ചു മോളെ, നല്ല മഴ വരുന്നു, നീ ആ തുണികളൊക്കെ എടുത്തു വെച്ചേ. ഗോമതിയമ്മ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉമ്മറത്ത് തന്നെ മുത്തശ്ശിയും ഇരിപ്പുണ്ട്. അവൾ തലയിൽ കായ് ചേർത്ത് വെച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. ചെറിയ ചാറ്റൽ മഴയുണ്ട്. ലക്ഷ്മി വേഗം തുണികളെടുത്ത് അകത്തേക്ക് കയറി. നാളെയല്ലേ ശങ്കരൻ്റെ മോളുടെ കല്യാണം? ഗോമതി ചോദിച്ചു. ഉവ്വമ്മേ, അവൾ പറഞ്ഞു. അപ്പു, നിന്റെ സൈക്കിൾ മഴയത്ത് നിന്ന് എടുത്തു വെക്കുന്നില്ലേ? ഗോമതി വിളിച്ചു ചോദിച്ചു. അത് കേട്ടപാടെ അപ്പു ഇറങ്ങി ഓടി സൈക്കിൾ മാറ്റിവെച്ചു. ആരാ ഇപ്പോൾ കല്യാണത്തിന് പോവുക? ഗോമതി പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നോക്കി. അവളൊന്നും പറഞ്ഞില്ല. മംഗളകരമായ കാര്യങ്ങൾക്ക് അവൾ ഇപ്പോൾ പോകാറില്ല. അതൊക്കെ ആദ്യമായിരുന്നു. ഒരു വിവാഹമോ നൂലുകെട്ടോ പിറന്നാളോ ഉണ്ടെങ്കിൽ ലക്ഷ്മിയായിരിക്കും മുന്നിലോടുക. എന്നാൽ ഒരു വർഷത്തിനിപ്പുറം അതിനൊന്നും അവൾ പോകാറില്ല. കാരണം മറ്റുള്ളവർക്കെല്ലാം അറിയാം, ഒരു വിധവ മംഗളകരമായ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കാൻ പാടില്ല. അപ്പോൾ തുടങ്ങും കുടുംബത്തിലെ എല്ലാവരും മുറുമുറുപ്പ്. മഴയുടെ ശക്തി കൂടുന്നു. നല്ല മഴ. അവൾ ഉമ്മറത്തിരുന്നു കൊണ്ട് തൻ്റെ ഭൂതകാലത്തിലേക്ക് കണ്ണുകൾ ഓടിച്ചു. രവിയേട്ടൻ വിവാഹമാലോചിച്ചു വന്നപ്പോൾ ആദ്യം വിചാരിച്ചത് ആളൊരു മുരടനാണെന്നാണ്. എന്നാൽ വിവാഹ ദിവസം തന്നെ അവളറിഞ്ഞു രവിയേട്ടന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ എന്ന്. വിവാഹം കഴിഞ്ഞ് താൻ ആ വീട്ടിൽ കയറിയപ്പോൾ മുതൽ ആ സ്നേഹബന്ധം അവൾ അനുഭവിച്ചതാണ്. രവിയേട്ടൻ മാത്രമല്ല, രവിയേട്ടൻ്റെ അമ്മയും സഹോദരിയും അനിയനും അച്ഛനും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. രവിയേട്ടൻ കൂടെയുണ്ടാകുന്നത് വരെ എല്ലാവരും തന്നോട് സ്നേഹത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. രവിക്ക് സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. അനിയൻ ജിത്ത് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിക്ക് കയറിയതേയുള്ളൂ. ചേച്ചി വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെയാണ്. കല്യാണം കഴിഞ്ഞ് ദിവസങ്ങളെല്ലാം പെട്ടെന്ന് കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. രവിയുടെ കൂടെയുള്ള ദിവസങ്ങളായിരുന്നു ലക്ഷ്മിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ. അവളുടെ എന്താഗ്രഹത്തിനും ഒപ്പം നിൽക്കുന്ന ഭർത്താവ്, അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ലായിരുന്നു. ഇണങ്ങിയും പിണങ്ങിയും ഒരു വർഷം പെട്ടെന്ന് പോയതുപോലെ തോന്നിയിരുന്നു. തൻ്റെ പഠിത്തം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ വിവാഹം കഴിപ്പിച്ചയച്ചതിന് ഉള്ളിൽ എല്ലാവരോടും പരിഭവമുണ്ടായിരുന്നു. എന്നാൽ രവിയുടെ സ്നേഹം എല്ലാ പരിഭവങ്ങളെയും ഇല്ലാതെയാക്കി. വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് ഒന്ന് മയങ്ങുന്ന പതിവ് ലക്ഷ്മിക്ക് എന്നുമുണ്ട്. അന്നും പതിവ് പോലെ ഒന്ന് മയങ്ങാനായി അവൾ മുറിയിലേക്ക് പോയി. ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. പുറത്തു നിന്നും രവിയേട്ടൻ്റെ അമ്മയുടെ പരിഭ്രമം നിറഞ്ഞ ശബ്ദം അവളുടെ കാതിൽ മുഴങ്ങി. അവൾ പിടഞ്ഞെഴുന്നേറ്റു. വാതിൽ തുറന്നപ്പോൾ ആകെ പരിഭ്രാന്തിയായതുപോലെ അമ്മ നിൽക്കുന്നു. എന്താണമ്മേ? അവൾ ചോദിച്ചു. അച്ഛൻ താഴെയുണ്ട്, നിന്നോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവൾ അമ്മയുടെ കൂടെ കോണിപ്പടികളിറങ്ങി താഴേക്ക് ചെന്നപ്പോൾ അച്ഛനും ജിത്തുമെല്ലാം ഉണ്ട്. എല്ലാവർക്കും ആകെ ഒരു ടെൻഷൻ പോലെ. എന്താണച്ഛാ? അവൾ ചോദിച്ചു. അത് മോളെ, ഒരു ഫോൺ വന്നിരുന്നു. അയാൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒന്നും മനസ്സിലാകാത്തതുപോലെ അവൾ അയാളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നീട് അവളുടെ ചെവിയിൽ വന്ന് പതിച്ച് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും ലക്ഷ്മിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. പിന്നെ അവൾക്കൊന്നും ഓർമ്മയില്ല. ബോധം തെളിയുമ്പോൾ അവളുടെ ചുറ്റും ആളുകൾ കൂടിയിരിക്കുന്നു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. രവിയേട്ടൻ ഒരു ആക്സിഡൻറ്റ് പറ്റിയിരിക്കുന്നു, അതാണ് അച്ഛൻ പറഞ്ഞത്. അത് കേട്ടത് മാത്രമേ ലക്ഷ്മിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് ഇപ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത്. പുറത്ത് ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നു. ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അപ്പുവും മുത്തശ്ശിയും എല്ലാം എത്തിയിട്ടുണ്ട്. അവർക്കാർക്കും ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയുന്നില്ല. അവൾ കരഞ്ഞ് കരഞ്ഞ് തളർന്നിരുന്നു. അങ്ങനെ ചടങ്ങുകളെല്ലാം അവസാനിക്കുകയാണ്. അവസാനമായി കാണേണ്ടവർക്ക് വരാം. പുറത്തു നിന്നും പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ജിത്തുമെല്ലാം രവിയുടെ അടുത്തേക്ക് ചെന്നു. ലക്ഷ്മിയെ താങ്ങി പിടിച്ചുകൊണ്ടാണ് രവിയെ കാണാൻ എത്തിച്ചത്. അവൾ ആകെ തളർന്നു പോയിരുന്നു. അവൾക്ക് രവിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും ആവുമായിരുന്നില്ല. രാവിലെ രവി പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ലച്ചു, നീ എവിടെയാ? ഒന്ന് വരണുണ്ടോ? എനിക്ക് പോകാൻ സമയമായി, അയാൾ അടുക്കള ഭാഗത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. അവൾ അയാൾക്കുള്ള ചോറുമായി ഓടി അരികത്തെത്തി. എത്ര നേരമായി ഞാൻ കാത്തു നിൽക്കണു? അയാൾ പുഞ്ചിരിയോടെ പരിഭവം പറഞ്ഞു. എന്നിട്ട് അവളെ തന്നോട് ചേർത്ത് നിർത്തി. ആ കണ്ണുകളിലേക്ക് നോക്കി ഒരുപാട് നേരം നിന്നു. അയാൾ അവളുടെ കവിളിൽ ഒരു നനുത്ത ഉമ്മ നൽകി. പോ രവിയേട്ട, കൊഞ്ചാതെ, അവൾ ആ ചുംബനം സ്വീകരിച്ചു കൊണ്ട് പറഞ്ഞു. അയാൾ അവളെ ഇറുകെ അണച്ചു പിടിച്ചു. ഇന്നെന്താ ഇപ്പോൾ പതിവില്ലാതെ? അല്ലെങ്കിൽ ഒരു ഉമ്മ തന്നു കഴിഞ്ഞാൽ വേഗം പോണതാണല്ലോ? അവൾ ചോദിച്ചു. ഇന്നെന്താന്നറിയില്ല, നിന്റെ അടുത്തൊന്നും മാറാനേ തോന്നണില്ല, അയാൾ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. അയ്യോടാ, നല്ല കുട്ടിയായി പോയിക്കോ, അവൾ സ്നേഹത്തോടെ ശാസിച്ചു.
അവളുടെ നെറുകയിൽ ഒരിക്കൽ കൂടി ചുംബിച്ചുകൊണ്ട് അയാൾ യാത്ര പറഞ്ഞിറങ്ങി. എല്ലാവരും കണ്ടു കഴിഞ്ഞില്ലേ, ഇനി എടുക്കാം. ആരോ പറയുന്നത് കേട്ടപ്പോൾ സ്വപ്നത്തിലെന്ന പോലെ അവൾ ഞെട്ടി. അങ്ങനെ ചടങ്ങുകളെല്ലാം അവസാനിച്ചപ്പോൾ എല്ലാവരും പിരിഞ്ഞുപോയി. ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പോയപ്പോൾ വീട്ടുകാരും പിന്നെ അടുത്ത ചില ബന്ധുക്കളും മാത്രമായി. ലക്ഷ്മിയുടെ വീട്ടുകാർ പോയിരുന്നില്ല. ലക്ഷ്മിയുടെ കുളിയെല്ലാം കഴിഞ്ഞ് അവൾ മുറിയിൽ തനിച്ചിരിക്കുകയാണ്. മുടി നന്നായി തോർത്തിയിട്ടില്ല. മുടിയിൽ നിന്നും വെള്ളം ഇറ്റിറ്റു വീഴുന്നുണ്ടായിരുന്നു. ഗോമതി ഇത്തിരി ചൂടുകഞ്ഞിയുമായി അവൾക്കരികിലെത്തി. പച്ചവെള്ളം പോലും കുടിച്ചില്ലല്ലോ മോളെ, നീ ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിക്കൂ. അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അമ്മയെ നോക്കി. അവളുടെ ആ അവസ്ഥ കണ്ടപ്പോൾ ഗോമതിയമ്മയ്ക്ക് വിഷമം ഇരട്ടിയായി. അവർ നിർബന്ധിച്ചപ്പോൾ ലക്ഷ്മി കുറച്ച് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചു. കരഞ്ഞു കരഞ്ഞ് അവൾ തളർന്നിരുന്നു. അമ്മയും അച്ഛനും തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളെ വിളിച്ചു. എന്നാൽ അവളെ വിടാൻ രവിയുടെ അച്ഛനും അമ്മയും തയ്യാറായില്ല. ഞങ്ങളുടെ സ്വന്തം മോളായി ഇവിടെ തന്നെ ലച്ചു കഴിയും, അതായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ അവരുടെ ഇഷ്ടപ്രകാരം അവിടെ തന്നെ കഴിയാൻ തീരുമാനിക്കുകയായിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. അവൾ സ്വന്തം വീട്ടുകാരെ പോലെ അവരെ പരിചരിച്ചു കൊണ്ട് അവിടെ കഴിഞ്ഞു. അതിനിടയിൽ ആദ്യം ഉറപ്പിച്ചു വച്ചിരുന്ന പെണ്ണുമായി ജിത്തിൻ്റെ വിവാഹം കഴിഞ്ഞു. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് ചില അസ്വാരസ്യങ്ങൾ വീട്ടിൽ ഉണ്ടാകാൻ തുടങ്ങി. ജിത്തിൻ്റെ ഭാര്യയുമായി ആ വീട്ടിൽ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നായി. അച്ഛനും അമ്മയ്ക്കും തന്നോട് സ്നേഹമുണ്ടെങ്കിലും അവരിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. അവർ കൂടുതൽ തന്നെ വെറുക്കുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്നും ഇറങ്ങാൻ അവൾ തീരുമാനിക്കുകയായിരുന്നു. ആദ്യത്തിൽ കണ്ടുവന്നിരുന്ന അത്ര പിടിവാശി പിന്നീട് കണ്ടില്ല. എന്നാൽ ജിത്തിന് ഏട്ടത്തിയമ്മയോട് സ്നേഹമായിരുന്നു. അവൻ പോകണ്ട എന്ന് പറഞ്ഞ് അവളെ തടയാൻ നോക്കി. എന്നാൽ അവൾ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു. അവന് അവൾ പോകുന്നതിൽ ഇഷ്ടക്കുറവുണ്ടായിരുന്നു. ദാ മോളെ, ജിത്ത് വന്നിരിക്കുന്നു, ഗോമതിയമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ ഓർമ്മയുടെ തീരത്തു നിന്നും ഞെട്ടിയുണർന്നു. വാ മോനെ, കയറിയിരിക്ക്. അവർ അവനെ സ്വീകരിച്ചിരുത്തി. ലക്ഷ്മി അവിടെ നിന്നും പോന്നതിൽ പിന്നെ ജിത്ത് ഇടയ്ക്കിടെ ലക്ഷ്മിയെ കാണാൻ വരാറുണ്ട്. അവന് ഏട്ടത്തിയമ്മയോടുള്ള കടമ നിർവഹിക്കാതിരിക്കാനാകുമായിരുന്നില്ല. ലക്ഷ്മിയേക്കാൾ 1 വയസ്സ് കൂടുതലുണ്ട് ജിത്തിന്. എന്നാലും പക്ഷേ അവൻ ഏട്ടത്തി എന്നേ വിളിക്കാറുള്ളൂ. ലേഖയ്ക്ക് സുഖമില്ലേ, അവളെ കൂടി കൂട്ടായിരുന്നു, ലക്ഷ്മി പറഞ്ഞു. അവൾ അങ്ങനെയൊന്നും വരില്ല ഏട്ടത്തി, എൻ്റെ മനസ്സ് അവൾ അറിയുന്നതേയില്ല, അവൻ നെടുവീർപ്പിട്ടു. അവൻ്റെ വാക്കിലെ നിരാശ അവൾ തൊട്ടറിഞ്ഞു. ഇരിക്ക്, ഞാൻ ചായ എടുക്കാം. 10 മിനിറ്റിനുള്ളിൽ ചായയുമായി ലക്ഷ്മി തിരികെ എത്തി. അമ്മയുടെയും അച്ഛൻ്റെയും വിശേഷങ്ങൾ തിരക്കി. എനിക്ക് ഒരു ജോലി ശരിപ്പെടുത്താൻ നിനക്ക് സാധിക്കുമോ? നിന്റെ കമ്പനിയിലൊരു അക്കൗണ്ടൻ്റ് ആയെങ്കിലും. ഇവിടെ വെറുതെ ഇരുന്ന് ആകെ ഒരു ബോറടി, ലക്ഷ്മി പറഞ്ഞപ്പോൾ ജോലി ശരിയാക്കാമെന്നവൻ ഉറപ്പ് നൽകിക്കൊണ്ട് ഇറങ്ങി. ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സ് എടുത്ത് അവൾ പഠിച്ചിരുന്നു. ജിത്ത് വീട്ടിലെത്തിയപ്പോൾ രാത്രി വൈകിയിരുന്നു. ഭക്ഷണമെല്ലാം ടേബിളിൽ വെച്ചിരിക്കുന്നു. അവൻ മുറിയിലെത്തിയപ്പോൾ ലേഖ ആർക്കോ ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ട് കിടപ്പുണ്ട്. അവനൊന്ന് കുളിച്ച് ഫ്രഷായി വന്നു. നീ കഴിച്ചോ? വന്നേ, എനിക്ക് ഭക്ഷണം വിളമ്പിത്തന്നേ, അവൻ ലേഖയോട് പറഞ്ഞു. അവൾ കേട്ട ഭാവം പോലും കാണിക്കാതെ ഫോണിൽ നോക്കി ചാറ്റ് ചെയ്യൽ തുടർന്നു. അവൻ ഒന്നുകൂടി ആവർത്തിച്ചപ്പോൾ ഫോണിൽ നിന്നും അവൾ തല ഉയർത്തി നോക്കി. ലേഖേ, നീ വരുന്നുണ്ടോ? അവൻ അവളെ നോക്കി. എനിക്ക് വയ്യ, ഞാൻ കഴിച്ചു കഴിഞ്ഞതാണ്. ജിത്ത് പോയി കഴിച്ചോ? അവൾ അവനെ ശ്രദ്ധിക്കാതെ ഫോണിൽ തന്നെ നോക്കിയിരുന്നു. അവൾ തന്നെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. സത്യത്തിൽ താൻ ഇങ്ങനെയൊരു ഭാര്യയെയല്ല ആഗ്രഹിച്ചിരുന്നത്. ഏട്ടത്തിയും ഏട്ടനും എത്ര സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഏട്ടൻ്റെ എല്ലാ കാര്യത്തിലും ഒരു മുടക്കവും കൂടാതെ ഏട്ടത്തി നോക്കുമായിരുന്നു. അങ്ങനെയൊരു ഭാര്യയാണ് ജിത്തിൻ്റെ മനസ്സ് മുഴുവൻ. ലക്ഷ്മിയുടെയും രവിയുടെയും വിവാഹം നടത്തിയത് ജാതകമൊന്നും നോക്കാതെയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു അനർത്ഥമുണ്ടായതെന്ന് ഉള്ളിലെവിടെയോ വീട്ടുകാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് 10ൽ 10 പൊരുത്തം തന്നെ നോക്കിക്കൊണ്ടാണ് ജിത്തിൻ്റെ വിവാഹം നടത്തിയത്. എന്നാൽ ജാതകപ്പൊരുത്തത്തിലൊന്നുമല്ല, മനപ്പൊരുത്തത്തിലാണ് കാര്യമെന്ന് ജിത്തിന് ആ നിമിഷം മനസ്സിലായി. അവൻ ഭക്ഷണം കഴിച്ചില്ല, കഴിക്കാൻ തോന്നിയില്ല. അവൻ ഫോണുമെടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. ലക്ഷ്മിക്ക് ജിത്തിൻ്റെ കമ്പനിയിൽ തന്നെ ഓഫീസ് അക്കൗണ്ടൻ്റായി ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തു. ദിവസവും ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മിയുടെ ബോറടിയും മടുപ്പും കുറേയൊക്കെ മാറി.
ലക്ഷ്മിയും ജിത്തും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർ എന്നും കാണുമായിരുന്നു. ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയും വീട്ടിലെ കാര്യങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ലക്ഷ്മിക്ക് അവൻ വലിയ ഒരു ആശ്വാസമായിരുന്നു. തൻ്റെ കാര്യങ്ങളെല്ലാം അവൾ ഉള്ളു തുറന്ന് സംസാരിക്കുമായിരുന്നു. ഇലകൾ പൊഴിയുന്ന ലാഘവത്തോടെ ഓരോ ദിവസവും കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. എത്ര പെട്ടെന്നാണ് വർഷകാലവും ശൈത്യവും വസന്തവുമെല്ലാം കഴിഞ്ഞു പോയത്. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണെന്ന് തോന്നും. അങ്ങനെയിരിക്കെ ഒരു ഞായറാഴ്ച ജിത്ത് വീട്ടിലിരിക്കുന്ന സമയത്താണ് തൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളൊന്നും അലക്കാതെ ഒരിടത്ത് കൂട്ടിയിരിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ മുറിയാകെ ഒന്ന് നോക്കി. ലേഖ അവിടെയൊന്നുമില്ല. പുറത്തിറങ്ങി നോക്കുമ്പോൾ അവളുടെ ഡ്രസ്സുകളെല്ലാം വാഷിംഗ് മെഷീനിലിട്ട് അലക്കുന്നു. അവൻ തൻ്റെ വസ്ത്രങ്ങളെടുത്ത് അവൾക്കരികിലെത്തി. നീ എന്താ ഇതെടുക്കാതിരുന്നത്? അവൻ അതെല്ലാം കൂടി അവളുടെ അരികിൽ വെച്ചു. ജിത്തിന് അതെടുത്ത് കഴുകിയിട്ടൂടെ? ഈ മെഷീനിലിടാൻ ഇത്ര സമയം വേണോ? ഇന്ന് തനിക്ക് ലീവല്ലേ? അവൾ സങ്കോചമില്ലാതെ പറഞ്ഞത് കേട്ടപ്പോൾ ജിത്തിന് ദേഷ്യം വന്നു. അവൻ അത്രയും ദേഷ്യത്തോടെ തന്നെ ഡ്രസ്സെല്ലാം എടുത്ത് അവളെ നോക്കിക്കൊണ്ട് മുറിയിലേക്ക് പോയി. ജിത്തും ലേഖയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളെല്ലാം അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ലേഖയുടെ ചില സ്വഭാവങ്ങൾ ആർക്കും പിടിക്കുമായിരുന്നില്ല. രാത്രി കിടക്കുമ്പോൾ ജിത്ത് ലക്ഷ്മിയെ ഓർത്തു. എത്ര പാവമാണ് ഏട്ടത്തി. ഏട്ടൻ്റെ മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാവരുടെയും തുണി അലക്കാനും മറ്റ് ജോലികൾ ചെയ്യാനുമെല്ലാം ഏട്ടത്തിക്ക് ഒരു മടിയുമില്ല. അവന് ലക്ഷ്മിയുടെ മുഖം മനസ്സിൽ തങ്ങി നിൽക്കുന്നത് പോലെ തോന്നി. അവൻ ലേഖയെ ഒന്ന് നോക്കി. അവൾ സുഖനിദ്രയിലാണ്. അതിനിടയ്ക്കാണ് കമ്പനിയുടെ ആവശ്യാർത്ഥം ജിത്തിന് ഡൽഹിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നത്. തൻ്റെ ഫാമിലിയെയും വേണമെങ്കിൽ ഒപ്പം കൂട്ടാം. ഒരാഴ്ച കഴിഞ്ഞ് അവൻ മടങ്ങി വരികയുള്ളൂ. വീട്ടിലെത്തി ലേഖയോട് കാര്യം പറഞ്ഞപ്പോൾ പക്ഷേ അവൾക്കതിന് താല്പര്യമില്ലാത്ത മട്ടിലായിരുന്നു അവളുടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ വല്ലാതെ നിർബന്ധിക്കാനും അവൻ നിന്നില്ല. ചായ ഓർഡർ ചെയ്ത് ടേബിളിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി സംസാരിച്ചിരിക്കുകയാണ് ജിത്തും. അവനെല്ലാം അവളോട് പറഞ്ഞു. ഡൽഹിയിൽ പോകണമെന്നും ലേഖയെ വിളിച്ചിട്ട് വന്നിട്ടില്ല എന്നുമെല്ലാം പറഞ്ഞപ്പോൾ അവളും വല്ലാതെയായി. അവളുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഉയർന്നു വന്നു. താനാണെങ്കിൽ ഒന്നും നോക്കാതെ പോയേനെ. അവൾക്ക് യാത്രയെല്ലാം നല്ല ഇഷ്ടമായിരുന്നു. എന്താ ആലോചിക്കുന്നത്? ജിത്തിൻ്റെ ചോദ്യം അവളെ ഓർമ്മയുടെ തീരത്തു നിന്നും ഉണർത്തി. അല്ല, എന്നോടാണ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ റെഡിയാകുമായിരുന്നു. അതാലോചിച്ചതാ, ലക്ഷ്മി മടിയോടെ പറഞ്ഞൊപ്പിച്ചു. അതിനെന്താ, തന്നെ ഞാൻ കൊണ്ടുപോയാലോ? ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ തന്നെ ജിത്ത് ചോദിച്ചു. അവൻ അങ്ങനെ വെട്ടിത്തുറന്ന് ചോദിക്കുമെന്ന് അവൾ വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അവളുടെ ഉള്ളിലും അങ്ങനെയൊരു ആശ ഉണ്ടായിരുന്നു. അവനിപ്പോൾ ലക്ഷ്മിയോട് ആദ്യത്തേക്കാൾ അടുപ്പമായിരുന്നു. അങ്ങനെ ഓഫീസിൽ നിന്നും പിന്നെ ഒരുവിധം വീട്ടിൽ നിന്നും അനുവാദം വാങ്ങിയ അവർ ഡൽഹിയിലേക്ക് പോകാനൊരുങ്ങി. വീട്ടിൽ നിന്നും സമ്മതമൊപ്പിച്ചെടുക്കാനായിരുന്നു പാട്. ജിത്ത് വന്ന് സംസാരിച്ചു. അവളുടെ മനസ്സിന് ഒരു റിലീഫാകുമെന്നും പുറത്തു നിന്നുള്ള ആളല്ലല്ലോ, തൻ്റെ കൂടെയല്ലേ വരുന്നത് എന്നുമെല്ലാം അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ ഏറെ പാടുപെട്ടു. ലക്ഷ്മി ഒരുങ്ങിക്കഴിഞ്ഞു. എന്നത്തെയും പോലെയല്ല ഇന്ന്. അവൾ നന്നായി ഒരുങ്ങിയിരുന്നു. വിവാഹം കഴിഞ്ഞ പെണ്ണാണെന്ന് പോലും ആരും പറയില്ല. നേവി ബ്ലൂ ജീൻസും വൈറ്റ് കുർത്തയുമാണ് വേഷം. ഡൽഹിയിലേക്കൊക്കെയല്ലേ പോകുന്നത്, സാരി വേണ്ടെന്ന് വെച്ചു. എങ്കിലും അവിടുന്ന് ധരിക്കാൻ ഒന്ന് രണ്ട് സാരി അവൾ കയ്യിൽ കരുതിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ ജിത്ത് കാറുമായി വന്നു. അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. ലക്ഷ്മി വരുന്നത് കണ്ട് അവളെ ഇമയനക്കാതെ ജിത്ത് നോക്കി നിന്നു. അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ അവളുടെ സൗന്ദര്യം അവനെ അനുവദിച്ചില്ല. മോഡേൺ ലുക്കിൽ അവളെ കാണാൻ ഒന്നുകൂടി ഭംഗിയുണ്ടെന്ന് അവന് തോന്നി. അവൾ അടുത്തെത്തിയതും അവൻ്റെ മിഴികൾ അവൻ പിൻവലിച്ചു. അവനെ നോക്കി മനോഹരമായൊന്ന് ചിരിച്ചുകൊണ്ട് ലക്ഷ്മി കാറിലേക്ക് കയറി. വലിയ ഒരു ഹോട്ടലിന് മുന്നിലായി കാർ നിന്നു. അവർ അകത്തേക്ക് കയറി. ജിത്ത് ഒരു റൂം ബുക്ക് ചെയ്തു. റൂമിലേക്ക് കയറുമ്പോൾ ലക്ഷ്മിക്ക് മനസ്സിലൊരു പതർച്ച തോന്നി. 2 റൂം എടുക്കാമായിരുന്നു. അവൾ സംശയിച്ച് ബാഗും കയ്യിൽ പിടിച്ച് വാതിൽക്കൽ തന്നെ നിന്നു. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കയറി വരൂ, ജിത്ത് ചിരിയിൽ പറഞ്ഞു. അല്ല ജിത്ത്, 2 റൂം എടുത്താൽ മതിയായിരുന്നു. അതിനെന്താടോ, എന്നെ തനിക്ക് പേടിയാണോ? ഇങ്ങ് കയറിപ്പോര്, ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല, അവൻ ചിരിയോടെ പറഞ്ഞു. അവൻ തന്നെ ഏട്ടത്തിയെന്ന് വിളിക്കുന്നത് തന്നെ വിരളമാണെന്ന് അവൾ ഓർത്തു. തന്നോട് സ്വാതന്ത്ര്യത്തിൽ എടോ താൻ എന്നൊക്കെ വിളിക്കുന്നത് തടയാനും അവൾക്ക് കഴിയുന്നില്ല. ഉള്ളിലെവിടെയോ അവൾ അതെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവൾ ബാഗ് വെച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി വന്നു.
ഓഫീസിലെ കാര്യം ശരിയാക്കാൻ വേണ്ടി ജിത്ത് പുറത്തേക്ക് പോയപ്പോൾ അവൾ തനിച്ചായി. അവൻ ഭക്ഷണമെല്ലാം വാങ്ങിച്ചാണ് പിന്നീട് തിരിച്ചു വന്നത്. ഹോട്ടലിൽ എത്തിയപ്പോൾ തന്നെ ലക്ഷ്മി വീട്ടിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ഓഫീസിലെ കാര്യം ശരിയാക്കിയതിന് ശേഷം ജിത്ത് ലക്ഷ്മിയെ കൊണ്ട് പുറത്തിറങ്ങി. ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും അവർ ചുറ്റിക്കറങ്ങി. ലോട്ടസ് ടെമ്പിൾ, ജന്തർ മന്ദർ, അങ്ങനെ പല സ്ഥലങ്ങളിലും അവർ ഒരുമിച്ച് കറങ്ങി. ലക്ഷ്മിക്ക് എല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു. ഓരോരോ കാഴ്ചയും അവൾ കൺകുളിർക്കെ കണ്ടു. അങ്ങനെയൊരു പുലരി അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ എല്ലാം ശരിക്കും ആസ്വദിച്ചു. ജീവിതത്തിൽ അവൾ ഇങ്ങനെ പുറത്തു പോയിട്ടില്ല. രവിയേട്ടൻ്റെ കൂടെ നാട്ടിലുള്ള സ്ഥലങ്ങളിലും പിന്നെ ഇടയ്ക്കൊക്കെ ഒരു സിനിമയും എല്ലാമായിരുന്നു അവളുടെ ലോകം. ദിവസങ്ങളെല്ലാം പെട്ടെന്ന് തീർന്നതുപോലെ ലക്ഷ്മിക്ക് തോന്നി. നാളെ തിരിച്ചു പോകണം. അതോർത്തപ്പോൾ അവൾക്ക് വിഷമമായി. അവൾ പുറത്തു പോയപ്പോൾ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും പിന്നെ അപ്പുവിനും ഡ്രസ്സ് എടുത്തു. പിന്നെ കുറച്ച് സ്വീറ്റ്സും എല്ലാം വാങ്ങി. അന്ന് രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ലക്ഷ്മി ജിത്തിനെ കുറിച്ചോർത്തു. എത്ര സ്വാതന്ത്ര്യത്തോടെയും സമാധാനത്തോടെയുമാണ് അവനോടൊപ്പം താൻ ഈ 2 ദിവസം കഴിഞ്ഞത്. അവൾ ചിരിച്ചു. എന്തേ താൻ ചിരിക്കുന്നത്? അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ ലക്ഷ്മി കണ്ണുകൾ താഴ്ത്തി. പുറത്തു പോയി വന്ന ശേഷം കുളി കഴിഞ്ഞ് നൈറ്റിയാണ് അവൾ ധരിച്ചിരുന്നത്. അവൻ്റെ കണ്ണുകൾ അറിയാതെ അവളെ ഒന്ന് ഒഴിഞ്ഞു. അവൻ്റെ നോട്ടം അവളും ശ്രദ്ധിച്ചു. ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ ബെഡ് ലാമ്പിൻ്റെ വെട്ടം മുറിയാകെ പരന്നു. അവൻ്റെ മനസ്സ് ഒരു നിമിഷം പതറി. അവൻ മെല്ലെ അവൾക്കരികിലെത്തി. അവളുടെ കയ്യിൽ പിടിച്ചു. അവളും എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നിരിക്കണം. ആ കൈ തട്ടി മാറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൻ മെല്ലെ അവളുടെ മുഖത്തിനു നേരെ മുഖമണച്ചു. അവളുടെ ശ്വാസഗതിയുടെ താളമുയർന്നു. അവൻ അവളുടെ ചുണ്ടിനു നേരെ വന്നതും അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു. അവൻ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തു നിർത്തി. അവളെ ബെഡിലേക്ക് കിടത്തി. അവരുടെ ശരീരങ്ങൾ ഒന്നായി. ഒരു വലിയ തെറ്റാണ് താൻ ചെയ്യുന്നതെന്നറിഞ്ഞിട്ടും അവളിലെ പെണ്ണിന് ഉള്ളിലെ ആഗ്രഹം അടക്കി വയ്ക്കാനായില്ല എന്നത് വലിയ ഒരു സത്യമായിരുന്നു. അവർ അങ്ങനെ പരസ്പരം ഒന്നായി അലിഞ്ഞ് മനങ്ങൾ തമ്മിലറിഞ്ഞ് ഒരു ശരീരമായി ആ രാത്രിയിൽ ലയിച്ചു തീർന്നു. ഓരോ ജാതകങ്ങളും വ്യത്യസ്തമാണെന്ന് അവൾക്ക് തോന്നി. അവളുടെ ജീവിതത്തിലെ ജാതകത്തിൻ്റെ നിയോഗം ഇവിടെ തുടരുന്നു എന്നും